ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്കൂൾ തുറന്നു. നമ്മൾ ഒഫീഷ്യലി 9ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്കുള്ള ട്രാൻസിഷൻ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, അവിടെ 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വലിയ പരീക്ഷകളാണ്. മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്. സോ 2.5 മണിക്കൂറിൻ്റെ 80 മാർക്കിൻ്റെ ഈ വലിയ പരീക്ഷകൾ ഉൾപ്പെടെ ഒരുപാട് കുഞ്ഞു ചാലഞ്ചുകൾ നിങ്ങളിവിടെ കാത്തിരിപ്പുണ്ട്. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു പൊതുപരീക്ഷയില്ല എന്നത് ഉറപ്പായിട്ടും സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മിനിമം മാർക്ക് സമ്പ്രദായം ഈ വർഷം 9ാം ക്ലാസ്സിലുമുണ്ട്. എന്ന് പറഞ്ഞാൽ 80 മാർക്കിൻ്റെ ഒരു പരീക്ഷയിൽ നിങ്ങൾ മിനിമം മാർക്കായ 24 മാർക്ക് എഴുതി പിടിച്ചിട്ടില്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് പോവുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 9ാം ക്ലാസ്സിൽ തോൽക്കുക എന്നുള്ളത് അത്ര രസമുള്ള, ആളുകളോട് പറയാൻ പറ്റിയ ഒരു കഥയല്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഏത് രീതിയിലാണ് നമ്മൾ ഈ അക്കാദമിക് ഇയറിനെ പ്ലാൻ ചെയ്യേണ്ടത്? 9ാം ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലേക്കുള്ള നിങ്ങൾ ലൈഫിൽ ആദ്യമായി എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. സോ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സോ ആ വെൽ ബിഗൺ നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ 9ാം ക്ലാസ്സിൽ അത്രമേൽ ഗംഭീരമായി നമുക്ക് ആരംഭിക്കണം. നമുക്കറിയാം 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരിയുടെ വലിയ സിലബസ് ആണ്. പലപ്പോഴും 10ാം ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും 9ാം ക്ലാസ്സിലെ സിലബസ് പല സബ്ജക്റ്റുകളുടെയും ഇൻറ്റൻസിറ്റി, ഗ്രാവിറ്റി വളരെ കൂടുതലാണ് എന്ന് ടീച്ചേഴ്സ് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യുന്നു, ഏത് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് അടുത്ത വർഷത്തേക്കുള്ള 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന ആ അക്കാദമിക് ഇയറിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല, 9ാം ക്ലാസ്സിലെ പല സബ്ജക്റ്റുകളിലെയും കണ്ടിന്യൂഷനാണ് 10ാം ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഉഴപ്പിയിട്ട് 9ാം ക്ലാസ്സിൽ നന്നായി പഠിക്കാതെ, അല്ലെങ്കിൽ 9ാം ക്ലാസ് ഇങ്ങനെയൊക്കെ ഇങ്ങ് പോകും എന്ന് കരുതി 10ാം ക്ലാസ്സിൽ വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പത്തിലുള്ള സൊല്യൂഷൻ പറഞ്ഞു തരാം. അത് നമ്മുടെ 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് നിങ്ങളെ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായി പഠിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് വീഡിയോസും ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള പല ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ വർഷം എടുക്കാൻ പോകുന്ന ഏറ്റവും മനോഹരമായ ഒരു തീരുമാനമായിരിക്കും സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. സോ ആ ഫീസ് നിരക്ക് നിങ്ങൾ ഒട്ടുമേൽ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ആ ഡിസിഷൻ ഇന്ന് തന്നെ എടുത്തോളൂ. വെൽക്കം ടു സൈലം നിഞ്ച ബാച്ച്. ലെറ്റ്സ് have a beautiful academic year together. Thank you.